അപ്പോൾ നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന സ്റ്റോറീസ് ഒരു പെർട്ടിക്കുലർ പേഴ്സണ് മാത്രം കാണത്തക്ക വിധത്തിൽ അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനാദ്യമായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ആപ്പ് ഓപ്പൺ ചെയ്യാണ്. ശേഷം നമ്മൾ ഇത്തരത്തിലുള്ള അവരുടെ ഇൻ്റർഫേസിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഹോം പേജിൽ. അപ്പോൾ ഈ പേജിൽ നമ്മൾ ജസ്റ്റ് ലെഫ്റ്റിലോട്ടൊന്ന് സ്ലൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഏരിയയിലോട്ട് എത്താനായിട്ട് കഴിയും, നമ്മൾ സ്റ്റോറീസ് അപ്ലോഡ് ചെയ്യുന്ന ഏരിയയിൽ. അപ്പോൾ ഈ പേജിൽ നമുക്ക് റൈറ്റ് ടോപ്പിലായിട്ട് ഒരു സെറ്റിംഗ്സ് ഐക്കൺ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇത്തരത്തിൽ ക്യാമറ സെറ്റിങ്സ് എന്നുള്ള ഏരിയയ്ക്ക് താഴെയായിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള സ്റ്റോറി എന്നുള്ള ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിവിടെ കൃത്യമായിട്ട് സെക്കൻഡായിട്ട് ഇവിടെ ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള ഏരിയ കാണാനായിട്ട് കഴിയും. നമ്മൾ ആ ജസ്റ്റ് അതിൽ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ആ ക്ലോസ് ഫ്രണ്ട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന, അതായത് നമ്മളിപ്പോൾ ആർക്കാണോ കാണാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആര് കാണാനായിട്ടാണോ നമ്മൾ ഈ സ്റ്റോറീസ് ഉദ്ദേശിക്കുന്നത്, അയാളെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. മുകളിലൂടെ നമുക്ക് സെർച്ച് ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് തന്നെ ഇവിടെ ഡൺ എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പെർട്ടിക്കുലർ പേഴ്സൺ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റിലോട്ട് കയറിയിട്ടുണ്ട്. ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റോറീസ് ഇവിടെ ജസ്റ്റ് ഇത്തരത്തിലൊരു ഫോട്ടോ അവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ക്ലോസ് ഫ്രണ്ട്സ് എന്നുള്ള ഏരിയ കാണാനായിട്ട് കഴിയും. താഴെ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ ജസ്റ്റ് അതിലൂടെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ആ പെർട്ടിക്കുലർ പേഴ്സണ് മാത്രമാണ് കാണാനായിട്ട് കഴിയുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഉപയോഗപ്രദമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് പോവുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.